മദ്രാസ് ടെക്കിൽ നമുക്ക് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ ആണത് 198. അത് നോർമൽ മാത്രമല്ല, നമുക്ക് ഓണം കളക്ഷൻസിലും 198 മുതൽ സ്റ്റാർട്ടിംഗ് കുർത്തീസ് അവൈലബിൾ. സെമി സിസ്റ്ററിലെ ധാവണി സെറ്റ്സ് അതാണല്ലോ നമ്മളിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നത്. 198 രൂപ തൊട്ടാണ് കേട്ടോ കളക്ഷൻസ് ഓണത്തിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലെയിനിലാണ് വന്നേക്കണമെങ്കിൽ ഇത് നമുക്ക് പ്രിന്റഡിൽ വരുന്ന രീതിയിലുള്ളതാണ്. ഈ പ്രാവശ്യം നമ്മൾ ഇറക്കിയിരിക്കുന്നത് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മത്സ്യന്തിൽ വരുന്ന വേറൊരു ഐറ്റാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം തുടങ്ങായി ധാവണി കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസും ഇറങ്ങിയിട്ടുണ്ട്. 198 രൂപ തൊട്ടാണ് കേട്ടോ കളക്ഷൻസ് ഓണത്തിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ അപ്പം ലൊക്കേഷൻ പറയാം ആദ്യം, അത് കഴിഞ്ഞിട്ട് എവിടെയാണെന്ന് പറയാം. അപ്പം ലൊക്കേഷൻ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോപാല പ്രഭു റോഡ് ജംഗ്ഷനിലാണ് കേട്ടോ. ഇതൊരു 4 കൂടിയ ഒരു ജംഗ്ഷനാണ്, ഗോപാല പ്രഭു റോഡ് ജംഗ്ഷൻ. അതുപോലെ തന്നെ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ MG റോഡ് വഴിക്ക് കയറുന്ന ഒരു വഴിയാണ് കേട്ടോ. പിന്നെ ഈ വഴി TD റോഡ് എന്നാ പറയാട്ടോ, ഈ വഴി എന്ന് പറയുന്നത്. അപ്പൊ TD റോഡ് വഴിക്ക് കയറി കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ തന്നെ നമുക്ക് മൂലയ്ക്കായിട്ട് കാണാം. മൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കണ്ണായ സ്ഥലത്താണ് നിൽക്കുന്നത്. CVK ഗാർമെന്റ്സ്. യെസ്, ഇവിടെ 198 രൂപ തൊട്ട് ഇവിടെ ഓണത്തിന്റെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത്? ആദ്യത്തെ ഒരു കളക്ഷനാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുക. എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി കളക്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ബാ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണം കളക്ഷൻസിൽ ഞങ്ങൾ എന്തായാലും ഓണത്തിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കണു. എന്തായാലും ധാവണിയും ഉണ്ട്, അതുപോലെ തന്നെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മുടെ 2 പീസ് 3 പീസ് സിംഗിൾ കുർത്തീസ് എല്ലാം അവൈലബിൾ ആട്ടോ. പിന്നെ ഈ കുട്ടീനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം ആരാണ്. CVK ഗാർമെന്റ്സ് ഓണർ. അപ്പൊ CVK ഗാർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 സ്ഥലത്തുണ്ട്. അതെന്തായാലും വഴിയെ പറയാം. എന്തായാലും ഓണം വരാൻ പോകണം. അപ്പൊ ഓണത്തിന് ഇവിടെ വെറൈറ്റീസ് ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലിംസ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ ഇവിടുന്ന് ആ അറ്റം വരെ കാണുന്ന മൊത്തം സ്റ്റോക്കാണ്. അതും വൈറ്റ്, ക്രീം, എല്ലാ ഷെയ്ഡും, അതായത് ചിക്കു ഷെയ്ഡ്സിലുണ്ട്. അല്ലാണ്ട് തന്നെ നമ്മൾ പാച്ച് ഒക്കെ വെച്ച് നമ്മൾ കളർഫുൾ തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, അവർക്ക് ആസ് യൂഷ്വൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സിംഗിൾ കുർത്തി, 2 പീസ് 3 പീസ് കോട്ട് സെറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്താ? സെമി സിസ്റ്ററിലെ ധാവണി സെറ്റ്സ് അതാണല്ലോ നമ്മളിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നത്. അതെ, ധാവണിയാണ് ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 3 പീസിന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഒരു കളക്ഷനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് എന്റെ സ്വന്തമാണ് കേട്ടോ, ഇതിന്റെ സ്റ്റിച്ച് ചെയ്തത്. അതിന്റെ മെറ്റീരിയൽ ഡിസൈൻസ് കുറെയൊക്കെ എവിടെയായിരിക്കും ധാവണി സെറ്റ്സിലുള്ളതാണ് ഈ കളക്ഷൻസ് ഒക്കെ. ഈ കളക്ഷൻസ് ഒക്കെ നമ്മുടെ ധാവണിയിൽ വരുന്നതാണ്. ഇതിന്റെ കളർ ചാർട്ട് വേറെ നമുക്ക് അവൈലബിൾ ആണ്. ചേച്ചിമാരെ ഓരോന്ന് എടുത്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തേ തരുമോ? ഒടിവാ, ആരുമില്ലേ വരാൻ? ബാഗ് എടുത്തന്നെ. ഓരോരോ കളക്ഷൻസ് ധാവണിയിലെ നല്ല വെറൈറ്റി കളക്ഷൻസ് അതൊക്കെ ഒന്ന് എടുത്തന്നെ ചേച്ചിമാര് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതാ ഇത് ഒരു ഞാനും ഇട്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് തന്നെയാണ്, ഇതും ഒരു ബ്ലാക്ക് തന്നെയാണ്. ഇത് വേറൊരു ഡിസൈനാണ്, ബോർഡറിൽ വർക്ക് വരുന്നത്. എൻ്റെ ആണെങ്കിൽ വേറൊരു ഡിസൈൻ, ഇതാ ഒരു ആന അങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ അതിലൊരു റെഡ് കോമ്പിനേഷൻ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത്, അതുപോലെ തന്നെ ബ്ലൗസ് വരുന്നത് ഇത്. ഇങ്ങനെയായിരിക്കും. പിന്നെ എങ്ങനെയാ അതിന്റെ കളേഴ്സ് നമുക്ക് 4 കളേഴ്സ് അവൈലബിൾ ആണ് ഒരു പാറ്റേണിന്റെ. ഇതിപ്പോ പ്ലെയിനിലാണ് വന്നേക്കണെങ്കിൽ ഇത് നമുക്ക് പ്രിന്റഡിൽ വരുന്ന രീതിയിലുള്ളതാണ്. ആക്ച്വലി ഫുൾ വീവിംഗ് ആട്ടാ. ഷോള് വരുമ്പോ പ്ലെയിൻ ആയിരിക്കും, ബ്ലൗസ് വരുമ്പോഴും ഇതുപോലെ തന്നെ ഫുൾ ഗോൾഡനില്. അതില് ഫുള്ള് വർക്കോട് കൂടിയിട്ട് വരുന്നത്. നമ്മുടെ ബോർഡേഴ്സിന്റെ കളർ ആയിരിക്കും ധാവണിയുടെ ഷോൾ ആയിട്ട് വരുന്നത്. ബോർഡേഴ്സിൽ എന്താണെന്നുള്ളത് അതിന്റെ എല്ലാ പാറ്റേണിനും നമുക്ക് 4 കളേഴ്സ് വെച്ച് അത് അവൈലബിൾ. അപ്പൊ ഇതിലിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോ ഗ്രീനില് റെഡ് അങ്ങനെ ഇതുപോലെ തന്നെ ഇപ്പൊ ഗ്രീനും യെല്ലോയും ഷെയ്ഡ് കോമ്പിനേഷനിലാണ് പിന്നെ വരുന്നത്. അങ്ങനെ അപ്പൊ ഇത് വരുന്നത് നമുക്ക് ഇങ്ങനെ സിംഗിൾ പീസ് കിട്ടോ? സിംഗിൾ പീസ് അല്ല, 4 പീസ് ആയിരിക്കും. നമുക്ക് 4 സൈസിലാണ് അവൈലബിൾ. അതായത് S മുതൽ XL വരെയാണ് നമ്മുടെ ധാവണി സെറ്റ്സിന്റെ കളക്ഷൻസ് വരുന്നത്. നമ്മുടെ ബ്ലൗസ് വരുന്നത് 1 മീറ്റർ ആയിരിക്കും നമുക്ക് കട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2.50 കട്ട് നമ്മുടെ ഷോള് വരും. നമ്മുടെ സ്കേർട്ട് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിരിക്കും. ഇപ്പൊ ഇതിൽ 4 പീസിന്റെ ഒരു സെറ്റ് ഉണ്ട്. ഈ 4 പീസിന്റെ സെറ്റ് അങ്ങനെ തന്നെ എടുക്കാം. S, M, L, XL അങ്ങനെയായിരിക്കും. ഇത് ബ്ലൗസ് മാത്രം അൺസ്റ്റിച്ചഡ് അല്ലോ കേട്ടോ. പാവാടയ്ക്ക് അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്മോള് തൊട്ടാണ് വരുന്നത്. XL വരെ. ചെറുപ്പക്കാരാണല്ലോ ധാവണി കൊടുക്കുന്നത്. ചെറുപ്പക്കാരാണ് ധാവണി കൊടുക്കുന്നത്, നോട്ട് ദി പോയിന്റ്. പിന്നെ നമുക്ക് നമ്മുടെ സിംഗിൾ കളക്ഷൻസ് ഒക്കെ, അതെ, കുർത്തീസിൽ സിംഗിൾ കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഐറ്റം. ഇത് നല്ല ക്വാളിറ്റി ആണല്ലോ, നല്ല വർക്ക് ഒക്കെ വരുന്നത്. വർക്ക് മാത്രമല്ല ക്വാളിറ്റി നല്ലതാ. അതുപോലെ തന്നെ വർക്ക് ഒക്കെ നോക്കിയേ നല്ല പ്രീമിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2 പീസോ സിംഗിൾ പീസ്? അത് സിംഗിൾ കുർത്തീസ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മത്സ്യന്തിൽ വരുന്ന വേറൊരു ഐറ്റാണ്. ഇതുപോലെ തന്നെ നല്ല പാച്ചിൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഐറ്റാണ്. കുറച്ച് ഫ്ലീറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഇതില്. ഇത് കോട്ടണിലല്ലേ വരുന്നത്? ഇത് പക്ക കോട്ടണില് ബോർഡറിലാണ്. ഇതിന്റെ ദാമൻ പോർഷനിൽ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എംബ്രോയിഡറി ഡിസൈൻസ് അത് ബാക്കിലും വരുന്നുണ്ട്, ഫ്രണ്ടിലും വരുന്നുണ്ട്. നമുക്ക് വർക്ക് ഹാൻഡ് വർക്കോട് വന്നിട്ടുള്ള വേറൊരു ഐറ്റം. അതെ, ഹാൻഡ് വർക്ക് ആണ്, സിമ്പിൾ ആണ്, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് വേണ്ട ഒരു. ഞാൻ വേറെ തിരിക്കുന്ന ഒരു 3 പീസ് മോഡലാണ് ആക്ച്വലി.
അതെ ഇത് ഏതാ മെറ്റീരിയൽ തന്നെ? ഇത് വരുന്നത് മൽച്ചന്തേരിയിൽ ഒരുപാട് വെറൈറ്റി വർക്കിലൊക്കെയാണ് നമ്മൾ ഷോൾ കൊടുത്തേക്കുന്നത്. എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഫുൾ ഡിസൈൻസ് ഒക്കെ വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഹക്കോബയിൽ നമ്മുടെ പിങ്ക് ബ്ലൗസും ഉണ്ട്. നിങ്ങൾക്ക് പിങ്ക് ബ്ലൗസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓണത്തിനാണെങ്കിലും ഈ നന്നായിട്ട് മൂവിങ് ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് പിങ്ക് ബ്ലൗസ് വരുന്നത്. പിൻടെക്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്തേക്കേണ്ട ഐറ്റം. അന്നത് ഹക്കോബയിൽ പിടിച്ചോ. അതിലിപ്പോ ഒരു വൈറ്റ് അതിൽ ഒരു കളർ ഷെയ്ഡ് വേണമെന്ന് പറയണവർക്ക് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാച്ച് വെച്ച് അത് ഫുള്ളി വർക്ക് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്ക് വരുന്ന രീതിയിലുള്ള പിന്നെയും നമുക്ക് മെറ്റീരിയൽ വരുന്നത്. പിന്നെയും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ ഇതും അതെ പാച്ചിലൊക്കെ ചെയ്തിട്ടുള്ള വാദിച്ചിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. അത്രയധികം കളക്ഷൻസ് ഉണ്ടെന്ന് വാദിച്ചു കാണിക്കുക ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരുപാട് കളക്ഷൻ എന്തായാലും ഒരു വീഡിയോയിൽ തീർക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? നേരിട്ട് വരണം. അല്ലെങ്കിൽ നേരിട്ട് വരാൻ പറ്റാത്ത നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതെ, നമുക്ക് നേരിട്ട് വരാനായിട്ട് എവിടേക്ക് വരണം? നമ്മുടെ ഷോപ്പ് വരുന്നത് ഗോപാലപ്രഭു ജംഗ്ഷനിൽ TD റോഡിലാണ് വരുന്നത്. നമുക്ക് ഒരു ഷോപ്പ്, അതായത് നമ്മുടെ മെയിൻ ഷോപ്പ് വരുന്നത് ഇതില്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബ്രാഞ്ച് ഉണ്ട്. അത് നമുക്ക് വരുന്നത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതും CVK ഗാർമെന്റ്സ് തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലും ഈ പാച്ച് വർക്കിൽ ഈ കളേഴ്സ് വേറെ കളേഴ്സ് വരുന്നത് 4 കളർ to 6 കളേഴ്സ് വരും. അതുപോലെ തന്നെ ഇത് മൾട്ടി കളർ ആയിട്ടാണ് വരുന്നത്. നല്ല ഫുൾ എംബ്രോയിഡറി കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇപ്പൊ ഇനി നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിലേ വീഡിയോ കോൾ ഫെസിലിറ്റീസ് അതിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട്? സമയം നമുക്ക് നോർമൽ 9:30 to 6:30 വരെയാണ് നമ്മുടെ ടൈമിംഗ് വരുന്നത്. ഷോപ്പ് ക്ലോസിംഗ് ടൈം 7:30 ആണ്. നമുക്ക് 6:30 വരെ സ്റ്റാഫ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് വേണ്ടവരാണ് ഇതിന് മുമ്പ് വിളിച്ചൊന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാം. സൺഡേ ഓപ്പൺ ആണ്. നമ്മൾ ഈ വരുന്ന ഓഗസ്റ്റ് 16 വരെയുള്ള എല്ലാ സൺഡേസും തുറന്നു പ്രവർത്തിക്കുന്നത്. നമ്മുടെ സീസൺ ടൈമിൽ ഇപ്പൊ ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് അങ്ങനത്തെ എല്ലാ ഫംഗ്ഷൻ നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ സൺഡേസും ഓപ്പൺ ആയിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ വരണം, അങ്ങനെ ഒരു ഇപ്പൊ 7:30 ആവും, അങ്ങനെ ഒരു എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് അത് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മെറ്റീരിയൽസ് ഇവിടെ ആയിരിക്കുന്നത്. അതായത് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതുപോലെ തന്നെ ഇതുവരെ ഈ CVKയില് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ടായിട്ടില്ല. ഇവിടെ കൂടുതൽ റെഡിമെയ്ഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാ ഈ പ്രാവശ്യം നമ്മൾ ഇറക്കിയിരിക്കണത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇതാ ഇങ്ങനെയാണ്. എന്താ ലുക്ക് അല്ലേ? തുണിയുടെ ഭംഗിയോണ്ട് ആണല്ലേ? അതുപോലെ നമുക്ക് വേറെ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അൺസ്റ്റിച്ചഡിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് 198. അത് നോർമൽ മാത്രമല്ല, നമുക്ക് ഓണം കളക്ഷൻസിലും 198 മുതൽ സ്റ്റാർട്ടിംഗ് കുർത്തീസ് അവൈലബിൾ ആണ്. അത് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ, ഓരോത്തിന്റെയും റേറ്റ് അല്ല പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇത്രയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഹോൾസെയിൽ സ്റ്റാർട്ടിംഗ് ഇത്രയാണെങ്കിൽ നമുക്ക് എത്ര മാർജിൻ ഇടാൻ പറ്റും അല്ലെ? അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയോളുന്നത് നമുക്ക് നന്നായിട്ട് അറിയാലോ അല്ലെ? പിന്നെ വരുന്ന വേറൊരു അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ആണ്. അതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പൊ ഈ ഒരു കട എന്ന് പറയുമ്പോൾ കടയിൽ മൊത്തം ഇരിക്കുന്നത് ഇപ്പൊ ഈ ബാക്ക് സൈഡിലൊക്കെ കാണുന്നത് മൊത്തം റെഡിമെയ്ഡിന്റെ കളക്ഷൻസ്. ഇതൊക്കെ കുർത്തീസ് അല്ലേ? എല്ലാം കുർത്തീസ്. ഇത് 2 പീസ് 3 പീസ് എല്ലാം ഇതിൽ വരും. എല്ലാതും നിലത്തും മുകളിലായിട്ട് അപ്പൊ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാണുന്നത് ഒന്നുമല്ല, ഇവർക്ക് ഗോഡൌൺ ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയും നിറഞ്ഞിരിക്കുകയാണ്. ഏത് കളക്ഷൻസ് വേണം? മൽച്ചന്തിരി അല്ലേ? ഈ മൽച്ചന്തിരിയിലുണ്ട്, റയോണിലുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് നമ്മുടെ മദ്രാസ് ടെക്ക് എന്ന് പറഞ്ഞ ഐറ്റം. മദ്രാസ് ടെക്കിൽ നമുക്ക് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ ആണത്. നല്ല രീതിക്ക് നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ലൈനിൽ വരുന്ന പ്രിൻസസ് കട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് മദ്രാസ് ചെക്ക് കോട്ടൺ ആണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിപ്പോ ട്രെൻഡിൽ പോയി. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ സ്ലിറ്റും ഉണ്ട്. അതായത് നമുക്ക് സ്ലിറ്റ് മോഡലിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു ഐറ്റം ആണ് മദ്രാസ് ചെക്ക് എന്ന് പറയുന്നത്. സ്ലിറ്റിലും സൈഡ് ഓപ്പണിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ട്രെൻഡിൽ നിൽക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ആലോചിക്കത് ഇത് ബ്ലൗസ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും. ഓണത്തിനൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ടായിരിക്കും. പിന്നെ അതുപോലെ ഈ കാണുന്നത് മൊത്തം അൺസ്റ്റിച്ചഡും റെഡിമെയ്ഡിന്റെ കളക്ഷൻസ് ആണ്. ഇവിടെ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഹാൻഡ് വർക്ക് ഫുള്ള് ഇവിടെ വരുമ്പോൾ ഫുള്ള് നമ്മൾ സിംഗിൾ ടോപ്പിന്റെ രീതിയിലാണ്. മൽച്ചന്തേരി, കോട്ടൺ എല്ലാം മിക്സ്ഡ് ആണ്. ഞാൻ കളക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഹിന്റ് തന്നെ. കാരണം എന്താ വെച്ചാൽ CVK നമ്മൾ ആദ്യമായിട്ട് വരുന്നതൊന്നുമല്ല ഒരുപാട്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് ഈ ദാവണിയും അതുപോലെ തന്നെ റണ്ണിങ് ഈ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസും പിന്നെ ഈ കാണുന്ന കുർത്തീസിന്റെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഓണം ഞങ്ങൾക്ക് തുടങ്ങായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഷോപ്പ് നമ്മൾ എല്ലാ സൺഡേസും ഒക്കെ ഓപ്പൺ ആക്കിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ വരിക, വന്ന് പർച്ചേസ് ചെയ്യുക. അതെ, അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ
ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പ്രത്യേകം പറഞ്ഞു, ഹോൾസെയിൽ ഓൺലി. ഹോൾസെയിൽ ഓൺലി. സിംഗിൾ പീസിനോ അല്ലെങ്കിൽ റീറ്റെയിൽ അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയും വിളിക്കേണ്ട. പിന്നെ റെഡിമെയ്ഡ് ഒക്കെ ആകുമ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ്, ഇപ്പൊ ഈ ഓണത്തിനൊക്കെ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് കുറെ ആൾക്കാരൊക്കെ പുതിയതായിട്ട് ഇറങ്ങുന്നവർക്കുണ്ട്. ഓണത്തിനാവുമ്പോൾ നമുക്ക് ഒരുപാട് പേര് അങ്ങനെ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഒരു കാര്യം ഇൻഫർമേഷൻ ആണ്, റെഡിമെയ്ഡ് സെക്ഷനിൽ എടുക്കുമ്പോൾ അവർക്ക് എടുക്കേണ്ടത് ഒരു ബണ്ടലാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണം. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലിന്റെ സെറ്റ് ആയിട്ട്. ഇത് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇതിൽ തന്നെ പ്ലസ് സൈസ് വേണ്ടവർക്ക് പ്ലസ് സൈസും ഉണ്ടാവും. ഇത് കൂടാതെ സ്ലീവ്ലെസ് അവൈലബിൾ ആണ്, കോട്ട് സെറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ കുർത്തി, അത് 198 സ്റ്റാർട്ട് ചെയ്യുന്നത്, വിത്ത് ലൈനിങ്, വിത്തൗട്ട് ലൈനിങ് ഒക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഓണത്തിന്റെ ഓരോ സീസൺസ് സമയത്തും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ CVK. പിന്നെ മറക്കണ്ട, നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അതെ, അവിടെ ഒരു CVK ഉണ്ട്. ഇത് കൂടാണ്ട് പ്രസ് ക്ലബ് റോഡിലും ഒരു CVK. അല്ല, പോസ്റ്റ് ഓഫീസ് റോഡിൽ. ഞാൻ തന്നെ മറന്നു, ഈ മാതിരി 5 കൊല്ലമായിട്ട് ഞാൻ കിടന്നത് പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച്. സാരല്ലേ, നമുക്ക് എടുത്ത് കുറച്ചു നേരം അപ്പുറത്തേക്ക്, തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്ഥലം. അധികം ദൂരമൊന്നുമില്ല, ഇവിടുന്ന് അപ്പുറത്തേക്ക് വഴി അത്രേ ഉള്ളൂ. അപ്പൊ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് മേനക വഴിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കളക്ഷൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ MG റോഡ് വഴിക്കാണെങ്കിൽ ഈ കാണുന്ന സൈഡിൽ കൂടെയുള്ള വഴി കൂടെ അങ്ങോട്ട് കയറിയാൽ മതി. അപ്പൊ നമ്മൾ എത്തുന്നത് CVK ഗാർമെന്റ്സിലേക്ക്, ഹോൾസെയിൽ ഉള്ളി. പിന്നെ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഭയങ്കര തകർപ്പനായിട്ട് ഓൺലൈനിൽ ബിസിയാണ്. ഓരോരോ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ. എല്ലാവരും ഒന്ന് വന്ന് ജസ്റ്റ് ഒരു ഹായ് പറയാൻ. വാ വാ, ഒരു ഹായ് പറഞ്ഞേക്ക്. ഒരാളവിടെ എന്നെ എടുക്കല്ലേന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. വാ, വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അപ്പൊ ഓണത്തിന് ഒരു പറയില്ലേ, എന്ത് ഹാപ്പി ഓണം പറയണല്ലോ, പറയാനായോ? നമുക്ക് ഓണം തുടങ്ങിയില്ലേ, പറഞ്ഞോ. അപ്പൊ ഹാപ്പി ഓണം. എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക, നമ്മുടെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ബൈ.